ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഹൊറിസോണ്ടൽ ബാക്ക് ഫില്ല് ആദ്യത്തെ 0 to 2 മീറ്റർ ഡീറ്റെയിൽസ് എഴുതി. ദെൻ 2 to 4 മീറ്റർ അടുത്ത 2 മീറ്ററിൽ ഗാമ ഡി 5 40. ദെൻ അടുത്ത 4 മീറ്ററിൽ വാല്യൂസ് എഴുതി. ദെൻ വാട്ടർ ടേബിൾ, സർചാർജ്. ഇതിനെ 3 ലെയർ ആയിട്ട് ഡിവൈഡ് ചെയ്യാം കേട്ടോ. അപ്പം ആദ്യത്തെ ലെയറിന് ഞാൻ എന്ത് ചെയ്തു, ഗ്രൗണ്ട് സർഫസിൽ ഞാൻ എ എന്ന് കൊടുത്തു. അടുത്തത് ബി, ദെൻ അടുത്ത ലെയർ സി, ദെൻ ലാസ്റ്റ് ഡി. അതാണ് ഈ താഴെ ഫിഗർ കാണിച്ചു തരാം, നീറ്റായിട്ട് വരച്ചിട്ടുണ്ട് ദേ. ഓക്കെ, ഈ സർചാർജിൻ്റെ വാല്യൂ ആണ് 40. ഈ സർചാർജ് 40 kN/m² ആണ്. കാണാമല്ലോ അല്ലേ? ഓക്കെ, ദെൻ നമ്മളോട് കാണാൻ പറയുന്നത് ആക്റ്റീവ് എർത്ത് പ്രഷർ ആണ്. ആക്റ്റീവ് എർത്ത് പ്രഷർ കാണണമെങ്കിൽ നമുക്കറിയാം, ആദ്യം എന്തറിയണം? ആക്റ്റീവ് എർത്ത് പ്രഷർ കോഎഫിഷ്യൻ്റ് അറിയണം. ആ കോഎഫിഷ്യൻ്റ് കാണാൻ വേണ്ടിയിട്ടാണ് 3 ലെയറിലും ഡിഫറെൻറ്റ് ഫൈ ആണ്. ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ ഫൈ എന്ന് പറയുന്നത് 3 ലെയറിലും സോയിലിന് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എന്താണ്, കെ എ 3 ലെയറിലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെ എ കാണുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, കെ എ കാണണം. കെ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 - sin phi ഡിവൈഡഡ് ബൈ 1 + sin phi. അപ്പം ആദ്യത്തെ ലെയർ എ ടു ബി എന്ന് പറയുന്ന ആ ലെയറിൽ നമ്മൾ KA1 എന്ന് പറയും. അതിൽ 1 - സൈൻ, അവിടെ ഫൈയുടെ വാല്യൂ എത്രയായിരുന്നു? 35 ഡിഗ്രി. അപ്പോൾ സൈൻ 35 ബൈ 1 + സൈൻ 35 എത്രയാണെന്ന് നോക്കാം. .27. അടുത്തതെന്ന് പറഞ്ഞാൽ ബി ടു സി ആണ്. അവിടുത്തെ ഫൈ വാല്യൂ ഡിഫറൻസ് ആണ്. അപ്പോൾ ആ സോയിൽ ലെയറിൽ ആക്റ്റീവ് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് KA2 എന്ന് റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ 1 - സൈൻ ആ ഫൈ ആംഗിൾ 40 ഡിഗ്രി അല്ലായിരുന്നോ, ബൈ 1 + സൈൻ 40. .217 ഞാൻ റൗണ്ട് ചെയ്ത് 0.22 ആക്കാണ്. ആ 7 റൗണ്ട് ചെയ്ത് 0.22 ആക്കാണ്. ദെൻ ഇനി അടുത്തത് എന്താണ്, സി ടു ഡി എന്ന് പറഞ്ഞ ലെയർ. അവിടെ KA3 എന്ന് വിളിക്കുകയാണ്. ഫൈ വാല്യൂ ഡിഫറെൻ്റ് ആണ്, 30 ഡിഗ്രി ആണ്. അതുകൊണ്ട് വീണ്ടും ആ കോൺസ്റ്റൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ സൈൻ 30 ബൈ 1 + സൈൻ 30. .33. അങ്ങനെ 3 ലെയറിലെയും ആക്റ്റീവ് എർത്ത് പ്രഷർ കോൺസ്റ്റൻറ്റ്, കോഎഫിഷ്യൻ്റ് ഓഫ് ആക്റ്റീവ് എർത്ത് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്തു. അതങ്ങനെ ചെയ്യാൻ കാരണം 3 ലെയറിലെയും ഫൈ വാല്യൂ എന്ന് പറയുന്ന ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് നമ്മളത് ചെയ്തത്. ഇനി ആ ഫിഗർ നോക്കാം. ആ ഫിഗറിൽ എന്താണ്, സർചാർജ് ഉണ്ട്, അതിന് താഴെ എന്താണ്, സോയിൽ ഉണ്ട്, അത് കൂടാതെ ഒരു വാട്ടർ ടേബിളും ഉണ്ട്. ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് ആ ക്വസ്റ്റ്യനിലുണ്ട്. അപ്പം ഈ 3 കൊണ്ടും സർചാർജ് കൊണ്ടുള്ള ആക്റ്റീവ് എർത്ത് പ്രഷറിൻ്റെ വേരിയേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കണം. ഈ ഓരോ ലെയറിലും ആ ഗ്രൗണ്ട് സർഫസിന് താഴെയുള്ള റീറ്റെയിനിങ് വാൾ ബാക്ക് ഫില്ലിൻ്റെ എന്താണ്, സോയിലാണുള്ളത്. അപ്പോൾ ആ സോയിൽ കൊണ്ടുള്ള ആക്റ്റീവ് എർത്ത് പ്രഷർ എങ്ങനെയാണ് വേരി ചെയ്യണം, ഈ ഓരോ ലെയറിലും എങ്ങനെയാണ് വേരി ചെയ്യണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതുകൂടാതെ വാട്ടർ ടേബിൾ വരുന്നതുകൊണ്ട് ആ ലെയറിന് താഴേക്ക് വാട്ടറിൻ്റെ ഇഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ വാട്ടർ കൊണ്ട് എങ്ങനെയാണ് പ്രഷർ വേരി ചെയ്യണമെന്ന് കണ്ടുപിടിക്കണം. ഈ വാല്യൂസ് 3 നമുക്ക് കിട്ടി. സർചാർജിൻ്റെയും സോയിലിൻ്റെയും വാട്ടറിൻ്റെയും വേരിയേഷൻ കിട്ടി. അതിൻ്റെ ഡയഗ്രാം കണ്ടുപിടിച്ച് ആ ഡയഗ്രാം വരച്ച് ദെൻ ഏരിയ കണ്ടാലാണ് എന്ത്, ടോട്ടൽ ആക്റ്റീവ് എർത്ത് പ്രഷർ നമുക്ക് കിട്ടുള്ളൂ. അപ്പം ആദ്യം ചെയ്യാൻ പോണത് ഡ്യൂ ടു സർചാർജ് ആണ്. ഡ്യൂ ടു സർചാർജ് എന്ന് ഹെഡിങ് കൊടുക്കാം.
ഓക്കെ, കൂടെ എഴുതി പോകുന്നുണ്ടെന്ന് ഓക്കെ ഞാൻ പറഞ്ഞു പൊക്കോട്ടെ? സ്പീഡ് കൂടുതലാണെങ്കിൽ പറയണേ. ഓക്കെ, അപ്പം ഇനി ഓരോ ലെയറിലെയും അറ്റ് എ എന്ന് പറയുന്ന ലെയർ, അവിടെ സർചാർജ് കൊണ്ടുണ്ടാകുന്ന ആക്റ്റീവ് എർത്ത് പ്രഷർ PA1 എന്ന് കൊടുക്കുന്നു. ആ വാല്യൂ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് കണ്ടുപിടിക്കണം? സർചാർജ് കൊണ്ട് എങ്ങനെയാണ് എർത്ത് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യണേ? ആ സർചാർജിൻ്റെ ഇൻറ്റൻസിറ്റിയുടെ കൂടെ ആ ലെയറിലെ ആക്റ്റീവ് എർത്ത് പ്രഷർ കോൺസ്റ്റന്റ് ഏതാണോ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. K1 × Q വിച്ച് ഈസ് ഈക്വൽ ടു 0.27 × 40. മനസ്സിലായോ? എത്ര കിട്ടണേ? 10 പോയിന്റ് ആണോ? 10.8 kN/m². ഇനി അടുത്തത് ലെയർ ഏതാണ്? അറ്റ് ബി. ബി എന്ന് പറഞ്ഞ ലെയർ എടുക്കുമ്പം എന്താണ് ഈ ബി എന്ന് പറയുന്ന ലെയർ? ഈ ലെയറിൽ ബിയുടെ ടോപ്പ് പൊസിഷനിൽ 5 വാല്യൂ ഡിഫറെൻ്റ് ആണ്, ബിയുടെ ബോട്ടം പൊസിഷനിൽ 5 വാല്യൂ ഡിഫറെൻ്റ് ആണ്. അപ്പം ഈ ഷിയറിംഗ് റെസിസ്റ്റൻസ് ആംഗിൾ മാറുന്നത് കൊണ്ട് നമ്മൾ ബിയുടെ ടോപ്പ് ലെയറിലും ബോട്ടം ലെയറിലും സർചാർജ് കൊണ്ട് എത്രയാണ് വേരിയേഷൻ വരുന്നതെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ക്ലിയർ ആയോ? ബി എന്ന് പറയുന്ന ലെയർ എടുക്കുമ്പം ടോപ്പ് ലെയറിൽ ഒരു 5 വാല്യൂ ആണ്, അപ്പോൾ അവിടുത്തെ കെയുടെ വാല്യൂ ഡിഫറെൻ്റ് ആണ്. ദെൻ ബോട്ടം ലെയറിൽ എന്താണ്? വേറൊരു 5 വാല്യൂ ആണ്, അതുകൊണ്ട് KA2 ഡിഫറെൻ്റ് ആണ്. അപ്പം ആ രണ്ട് കെയും കോഎഫിഷ്യൻറ്റിന് വ്യത്യാസം വരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ 5 വാല്യൂ രണ്ട് ലെയറിലും വ്യത്യാസമായത് കൊണ്ട് ബി എന്ന് പറയുന്ന ലെയർ എടുക്കുമ്പം അതിൻ്റെ ടോപ്പ് ലെയറും ബോട്ടം ലെയറിലും ഉള്ള എർത്ത് പ്രഷർ വേരിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം ആദ്യം ബി ലെയർ എടുത്തു. ആ ബി എന്ന് പറയുന്ന ലെയറിൻ്റെ ടോപ്പ് ലെയർ ആണ് കൺസിഡർ ചെയ്യണേ. ഓക്കെ, അങ്ങനെ ടോപ്പ് ലെയർ കൺസിഡർ ചെയ്യുന്നു. അവിടുത്തെ പ്രഷർ ഞാൻ കാണുന്നു PA2. PA2 കാണാൻ നേരത്തെ എങ്ങനെയാണ് കാണുന്നത്? സർചാർജ് കൊണ്ട്. ബി എന്ന് പറയുന്ന ലെയറിൻ്റെ ടോപ്പിലാണ്. അവിടെ ഏത് വാല്യൂ കൊടുക്കണ്ടേ? K1 ആണോ KA2 കൊടുക്കണോ? കാര്യം പറഞ്ഞത് മനസ്സിലായോ? ടോപ്പ് ലെയർ ആയതുകൊണ്ട് K1 കൊടുക്കും. K1 ടോപ്പ് ലെയർ ആയതുകൊണ്ട് K1 × Q തന്നെയായിരിക്കും ബിയിലെ ടോപ്പ് ലെയറിൻ്റെ വാല്യൂ. കാരണം ബി എന്ന് പറഞ്ഞ ലെയറിലെ ടോപ്പ് പൊസിഷനിൽ 5 വാല്യൂ എത്രയാണ്? 35 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പം അതുകൊണ്ടുള്ള ആക്റ്റീവ് എർത്ത് പ്രഷർ കോഎഫിഷ്യൻറ്റ് വെച്ച് വേണം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു വീണ്ടും 0.27 × 40 വിച്ച് ഈസ് ഈക്വൽ ടു 10.8 kN/m² എന്ന് കിട്ടും. ക്ലിയർ ആയോ? അടുത്തത് അറ്റ് ബി തന്നെയാണ് കാണുന്നത്. ബോട്ടം ലെയർ. ബോട്ടം ലെയർ, ബിയുടെ ബോട്ടം ലെയർ എന്ത് വരും എന്ന് പറയാമോ? PA3 is equal to, അല്ലെങ്കിൽ PA2 എന്ന് തന്നെ കൊടുത്താലും മതി. ബിയുടെ ബോട്ടം ലെയർ PA2 എന്ന് തന്നെ കൊടുത്താലും മതി. ബി എന്ന് പറഞ്ഞ ലെയറിൽ 2 എന്ന് കൺസിഡർ ചെയ്യാം. അപ്പം 2 എന്ന് തന്നെ കൊടുത്ത് ചെയ്തോ. PA2 എന്ത് വരും? ബി എന്ന് പറഞ്ഞ ലെയറിലെ ടോപ്പ് KA2 × Q എന്ന് വരും. KA2 × Q which is equal to 0.22 × 40 which is equal to 8.8 kN/m². ഓക്കെ, അടുത്ത ലെയർ അറ്റ് സി. സി എടുക്കുമ്പോഴും നോക്കുക, ക്വസ്റ്റ്യനിൽ സി എന്ന് പറഞ്ഞ ലെയറിന് മുകളിൽ വേറൊരു 5 ഉണ്ട്, സി എന്ന് പറഞ്ഞ ലെയറിന് താഴെയും വേറൊരു 5 ഉണ്ട്.